+1 ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും +2 പരീക്ഷകളും അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് സമ്മതിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ പരീക്ഷാ ക്രമീകരണം പൂർത്തിയായതിനാൽ ടൈം ടേബിളിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് വകുപ്പിന്റെ നിലപാട്. ടി.വി. ഇബ്രാഹിം എം.എൽ.എ നൽകിയ കത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി നൽകിയ മറുപടി മീഡിയ വണ്ണിൽ ലഭിച്ചു. ഇതാദ്യമായാണ് +2 പരീക്ഷകൾക്കൊപ്പം ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടത്തുന്നത്. നിലവിലെ ടൈം ടേബിൾ പ്രകാരം മാർച്ച് 3-ന് ആരംഭിച്ച 29-ന് അവസാനിക്കുന്ന തരത്തിൽ +2 പരീക്ഷകളും 26-ന് തീരുന്ന തരത്തിൽ +1 പരീക്ഷകളും ക്രമീകരിച്ചിരിക്കുന്നു. 17-ാം തീയതി ഒന്നാം വർഷ ബയോളജി പരീക്ഷയാണ്. തൊട്ടു പിന്നാലെ 18-ന് രണ്ടാം വർഷ കെമിസ്ട്രി പരീക്ഷ എത്തി. കഴിഞ്ഞില്ല. 19-ന് ഒന്നാം വർഷ ഫിസിക്സ് പരീക്ഷയുണ്ട്. 20-ന് രണ്ടാം വർഷ ഗണിതവും 21-ന് ഒന്നാം വർഷ ഗണിതവും ഉണ്ട്. ഇംപ്രൂവ്മെന്റ് പരീക്ഷ കൂടി എഴുതുന്ന സയൻസ് വിഭാഗം കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് ടൈം ടേബിൾ എന്ന ആദ്യം തന്നെ പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശരിവയ്ക്കുകയാണ്. അടുത്തടുത്ത ദിവസങ്ങളിൽ പരീക്ഷ വരുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കാനിടയുണ്ട് എന്ന ടി.വി. ഇബ്രാഹിം എം.എൽ.എ നൽകിയ കത്തിന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു. പരീക്ഷാ തീയതികളുടെ ക്രമീകരണവും ചോദ്യപേപ്പർ പ്രിന്റിംഗും അടക്കം ഈ ദിവസങ്ങൾ കണക്കാക്കിയാണ് നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ടൈം ടേബിൾ മാറ്റാൻ നിർവാഹമില്ല എന്നും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. ഇതോടെ കുട്ടികൾ സമ്മർദ്ദത്തിലായി. ഒന്നിന് പിന്നാലെ മറ്റൊന്ന് എന്ന തരത്തിൽ വരുന്ന പരീക്ഷകളെ എങ്ങനെ നേരിടും എന്ന ആശങ്കയിലാണ് അവർ. +1-ന്റെയും +2-ന്റെയും എക്സാംസ് ഒരുമിച്ചാണ് നടത്തുന്നത്. അത് കുട്ടികളിൽ വളരെയധികം മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പോർഷൻസ് നമുക്കിപ്പോൾ പഠിക്കാൻ കൂടുതലാണ്. നമുക്ക് +1-നും +2-ന്റെയും പോർഷൻ ഒത്തു പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷകൾ നടത്തുന്നതിലും എതിർപ്പുയരുന്നുണ്ട്. SSLC പരീക്ഷകൾ രാവിലെ നടത്തുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോട് മാത്രം വിവേചനം കാണിക്കുന്നു എന്നാണ് അധ്യാപക സംഘടനയായ KHSTU ഉന്നയിക്കുന്ന പരാതി. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.